ഇന്നത്തെ നോമ്പ് തുറ പുറത്തുനിന്നാണ് കേട്ടോ. പുറത്തുനിന്ന് പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ജിമ്മി മാളില്ലേ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ടോപ്പ് 5 റെസ്റ്റോറൻറ്റിലാണ് വെച്ചിട്ടാണ്. ഇവിടെ അങ്ങനത്തെ അധിക പരിപാടിക്കും ഈ KMCസിൻ്റെ അങ്ങനത്തെ CH സെൻ്ററിൻ്റെ അങ്ങനത്തെ ആൾക്കാർ ഇവിടെ അങ്ങനത്തെ അധികം പരിപാടി വെക്കൽ. ഞാൻ ഇവിടെ കുറേ വട്ടം വന്നിട്ടുണ്ടായിരുന്നു. പുതിയ നല്ലതാന്ന് തോന്നുന്നു, പഴയത് തോന്നുന്നു. ഈ മേലോട്ട് സ്റ്റെപ്പൊക്കെ കയറിയിട്ടാ പോകേണ്ടത്. അങ്ങനെ ഭയങ്കര അടിപൊളിയല്ല, സാധാ നോർമൽ റെസ്റ്റോറൻ്റ് ഇല്ലേ അതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഖുറാൻ പാരായണം അങ്ങനെ എന്തൊക്കെയോ മത്സരങ്ങളും നോമ്പ് തുറയും കൂട്ടുപ്രാർത്ഥന മറ്റേ നോമ്പ് തുറൻ്റെ മുന്നേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പം തുടങ്ങിയിട്ടുണ്ടായിനി. പെണ്ണുങ്ങൾ ആരും വന്നിട്ടുണ്ടായില്ല, ആണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിനി. പെണ്ണുങ്ങളെ നല്ല ബാഗിൽ ഇങ്ങനെ കർട്ടനൊക്കെ ഇട്ടിട്ട് എന്താ പറയൽ മറച്ച് വെച്ചിട്ടുണ്ടായിനി. പിന്നെ അതിന് തൊട്ടിപ്പം തന്നെ വാഷ്റൂമും ബാത്റൂമൊക്കെ ഉണ്ടായിട്ടുണ്ടായിനി. ആണുങ്ങൾക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ നോമ്പ് തുറയുണ്ടായത്. ഇവിടെ നിലത്തിരുന്നിട്ട് സാധനങ്ങൾ ജ്യൂസും ഫ്രൂട്ട്സും ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ഹോട്ടലിൻ്റെ വേറൊരു സൈഡ് ഫാമിലി റൂമില്ലേ അവിടെ ആട്ടോ ഗസ്റ്റ് റൂമിൽ അത് ഉണ്ടായിനി. പെണ്ണുങ്ങൾ ഭയങ്കര കുറവാണുണ്ടായിനി. നമ്മൾ പോകുമ്പോൾ തന്നെ ടേബിളിൽ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അല്ല സ്നാക്സും ജ്യൂസും വെള്ളമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. എന്തെന്നറിയില്ല, രാത്രി 9 മണിക്ക് പരിപാടി ഉണ്ട്, അതുകൊണ്ടോന്ന് തോന്നുന്നു പെണ്ണുങ്ങൾ ആരും വരായിനി. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിനിട്ട് ലാസ്റ്റ് എല്ലാം തിരിച്ചെടുക്കേണ്ടി വന്നു. കുറച്ചാളെ ഉണ്ടായിട്ടില്ലു. കുറച്ചാൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളത് എല്ലാവർക്കും എടുക്കാട്ടോ. പിന്നെ നമ്മൾ അധികം എടുക്കാനൊന്നും നിന്നിട്ടില്ല. ഇതാ കണ്ട ഓനെല്ലാം എടുത്തിട്ട് ജ്യൂസൊക്കെ തിരിച്ച് വെക്കുന്നു. ആ ടേബിളിലൊന്നും ആരും ഉണ്ടായിട്ട. അതുകൊണ്ട് ജ്യൂസും സ്നാക്സൊക്കെ നമുക്ക് എത്ര വേണമെങ്കിൽ ചോദിച്ചാൽ തരും. പിന്നെ നമുക്ക് നോമ്പർച്ചോടൊന്നും കുടിക്കാനൊന്നും പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ അമ്മ രണ്ടാമത് എടുത്തിട്ട്. പിന്നെ പഴംപൊരി എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ടായിന്. എനിക്ക് തോന്നുന്നു സ്നാക്സ് ഇവിടുത്തെ ഹോട്ടലിൻ്റെ വകയും പഴംപൊരി ആരോ വീട്ടിൽ നിന്നാട്ടം കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ബാങ്ക് കൊടുത്ത് നമുക്ക് കേട്ടിട്ടാ. ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്മൾ ബാങ്ക് കൊടുത്തൊക്കെ അറിഞ്ഞേന്. അവരെടുത്ത ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞതാണ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് എന്നിട്ട്. പിന്നെ നമ്മൾ നോമ്പൊക്കെ മുറിച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഇതാട്ടാ തുറന്നു നോക്കിയത്. ഫ്രൂട്ട്സ് ഈത്തപ്പായം കുഴപ്പമില്ല, സാധാ നോർമൽ ഈത്തപ്പായം ഉണ്ടായിനി. പക്ഷെ ബത്തക്ക ഉണ്ടല്ല, കാണാനും മാത്രം അത് ബത്തക്കയായിട്ട് ഉണ്ടായിട്ടു. ടേസ്റ്റ് എന്തോ എന്ന് പറയൽ വെള്ളരിലും തിന്ന പോലെ ഉണ്ടായിന്. തീരെ ഒരു മധുരം ഒന്നും ഇല്ലാത്ത ബത്തക്ക ഉണ്ടായിന്. ആപ്പിൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്നാക്സൊക്കെ ഓക്കെ, നല്ല സമോസയൊക്കെ ഉണ്ടായിന്. അങ്ങനെ നോമ്പിൽ മുറിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പാർട്ടി ഹാളിലേക്ക് വന്നു കേട്ടോ. അവിടുന്ന് നിസ്കരിച്ചതിന് ശേഷം നല്ല ബീഫ് മുളകും നെയ്ച്ചോറും അച്ചാറും കോയൻ പൊറോട്ടയും തൈരൊക്കെ ഇട്ട് പപ്പടമൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഫുഡായിട്ട് ഉണ്ടായിനി. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അവിടുന്ന് നമ്മൾ വേഗം സ്ഥലം വിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ